ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 14ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിൽ 100ന് മുകളിലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നതായിരുന്നു പഠിച്ചത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. 1000ന് മുകളിലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, 4 ഡിജിറ്റ് ആണെന്ന് മാത്രം, ആ ഒരു ചേഞ്ച് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നത് 1004 അല്ലേ. നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കി അറിയാം 1000ന് മുകളിൽ തൊട്ട് മുകളിലുള്ള നമ്പേഴ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ബേസ് നമ്പർ എന്ന് പറയുന്നത് 1000 ആണ്. നമുക്കറിയാം 1000ന് 3 0 ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആൻസറിൽ 3 ബ്ലാങ്ക് പ്ലേസ് കൊടുക്കണം. ഇനി ചെയ്യേണ്ട മെത്തേഡ് എന്താണ്, 1004 ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 4 ആണ് കൂടുതലുള്ളത്, ഇവിടെ 3 ആണ് കൂടുതലായിട്ടുള്ളത്. 1000ൽ നിന്നും കൂടുതലായി വരുന്നത് 4ഉം 3ഉം ആണ്. മെത്തേഡ് സെയിം ആണ്. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 12 ആണ്. പക്ഷേ 3 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ 0 കൂടെ ഇവിടെ ആഡ് ചെയ്യും. 0 1 2 അല്ലേ. 4 × 3 12 ആണ്. ബ്ലാങ്ക് പ്ലേസിൽ 0 കൂടെ ആഡ് ചെയ്യാം. അടുത്തത് കൂടുതൽ മുകളിലായതുകൊണ്ട് അല്ലേ, എബവ് 1000 ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യും അല്ലേ. ആഡ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടും. അപ്പോൾ ഇവിടെ 1004 + 3 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1007. അതവിടെ എഴുതി കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. 1008 1005. നമുക്കറിയാം ഇവിടെ 3 ബ്ലാങ്ക് പ്ലേസ് വേണം, കാരണം 1000ന് അടുത്തുള്ള നമ്പറാണ്. ഇനി 8 ഇവിടെ കൂടുതലുണ്ട്, ഇവിടെ 5 കൂടുതലുണ്ട്. 1000ൽ നിന്നും 5ഉം 8ഉം കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 5 എന്ന് പറയുന്നത് 40 ആണ്. 40 ഇവിടെ എഴുതുന്നു, പക്ഷേ ഇവിടെ 0 ആഡ് ചെയ്യണം, കാരണം 3 ഡിജിറ്റ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഇനി ചെയ്യേണ്ടത് എന്താ, തമ്മിൽ ആഡ് ചെയ്യാം. 1008 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1008 + 5 = 1013. ഓക്കെ, 1013. അപ്പോൾ ആൻസർ ഇതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 ലൈനിൽ നമുക്ക് ഇത്രയും വലിയൊരു ആൻസർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന 1000ന് മുകളിലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലുള്ള മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ എന്ത് വരണം, 3 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ 3 ഡിജിറ്റ് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി 1 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടെ 1001 × 1003. അപ്പോൾ ഇവിടെ 1ഉം 3ഉം ആണ് കൂടുതലുള്ള. 1 × 3 3 ആണ്. അപ്പോൾ ബാക്കിയുള്ള 2 പ്ലേസിലും 0 ആഡ് ചെയ്യണം. അത് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഈ 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ ആ 2 ഡിജിറ്റ് തന്നെ നമ്മൾ ചെയ്യണം. കിട്ടുന്നില്ലെങ്കിൽ 0 വെച്ച് ബാലൻസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടെക്നിക്കുമായിട്ട് കാണാം. ചില ബൈ.